ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരമോ തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരമോ തൂങ്ങുന്നില്ല. യഹോവായൻ പാലകന്താ ഇല്ലെനിക്കു ഖേദം. എല്ലാ കരങ്ങളും ഉയർത്തിപ്പാടിയേ. യഹോവായൻ പാലകന്താ ഇല്ലെനിക്കു ഖേദമോട്ടു ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകി. ഇരു കരങ്ങളും ഉയർത്തിയിടും ഞാൻ എൻ്റെ ഓരബഹദുനി അന്തരെ അരുളും വൻകിരിലോ ആരാധന ആരാധന ആരാധന. ഇരു കരങ്ങളും ഉയർത്തി സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആരാധന ആരാധന. ശബ്ദം ഉയർത്തി പാടിയേ. ആരാധന ആരാധന ആരാധന. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം സ്നേഹനാഥ. നീ എൻ്റെ സ്വന്തം യേശുനാഥ, ഞാൻ നിന്റെ സ്വന്തം സ്നേഹനാഥ. എപ്പോഴും എന്നെ നോക്കിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യമേ. ചേർന്നൊന്ന് പറഞ്ഞേ. എപ്പോഴും എന്നെ നോക്കിടുന്ന നിൻ കൺകളെത്ര സൗന്ദര്യ. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആരാധന ഈ പകലിലെ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ഈ പകലിലെ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ആരാധന യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് അല്പനിമിഷങ്ങൾ നഗരത്തിന്റെ പ്രത്യാശയാകുന്ന, നിന്നെ എപ്പോഴും നോക്കുന്ന, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ആ നല്ല കർത്താവിന്റെ സാന്നിധ്യത്തെ ഈ പകൽ തിരിച്ചറിയുന്നവർ ഇരു കരങ്ങളും ഒന്ന് ചേർത്തടിച്ച് ദൈവത്തിന് ആരാധന കൊടുത്ത് ഇതൊരു സാധാരണ പകലാക്കി സ്വർഗത്തിന് ദൈവം തീർക്കേണ്ടതിന് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ആത്മാവിന്റെ സാന്നിധ്യം ചലിച്ചു തുടങ്ങട്ടെ. മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, അവൻ അരിഞ്ഞ പുൽപ്പുറത്ത് അവൻ മഴ പെയ്തിറങ്ങുന്നത് പോലെ, ഭൂമിയെ നനയ്ക്കുന്ന മഞ്ഞ് പോലെ ആ ദൈവ സാന്നിധ്യം ഈ പകൽ ചലിക്കട്ടെ. ചൂടം ഭാരം ഘടകം ഫലകം ദലകം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ അടയപ്പെട്ട വഴികളും യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. എല്ലാ അടയപ്പെട്ട വാതിലുകളും യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഈ പകലിൽ
ആ കരങ്ങളെല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അപ്പായെ, ഞങ്ങൾ ഒരുമിച്ച് തിരുപാദപീഠത്തിൽ അടുത്ത് വരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന വിശിഷ്ടതകൾക്ക് നന്ദി. തുടർന്നുള്ള നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. അങ്ങയുടെ ശബ്ദമല്ലാതെ യാതൊന്നും അടിയൻ്റെ നാവിൽ നിന്നും പുറത്തു വരരുത്. അങ്ങയുടെ നാവായി എൻ്റെ ജനത്തിൻ്റെ നടുവിൽ അങ്ങനെ നിർത്തണമേ. തിരുകൃപ കൂടിരിക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവരും വരുന്നാട്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ആമേൻ. ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വെച്ചിരിക്കുന്നത്, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പോയി. ആമേൻ. 40 ദിവസം അവിടെ, ആമേൻ, സ്തോത്രം, മരുഭൂമിയിലേക്ക് പോയി. 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആമേൻ. അത് കഴിഞ്ഞ് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ താഴോട്ടൊരു ഭാഗം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഗലീലയിലേക്ക് മടങ്ങി വന്നു, ചുറ്റുമുള്ള ദേശത്തൊക്കെയും അവൻ്റെ ശ്രുതി പരന്നെന്ന്. ചുറ്റുമുള്ള ദേശത്തൊക്കെയും അവൻ്റെ ശ്രുതി പരന്നത്. അങ്ങനാണെങ്കിൽ ഈ ദേശം മുഴുവൻ പരക്കുന്നൊരു ശ്രുതി നമ്മുടെ ആലയത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുത്തു. ആമേൻ. ഈ ദേശം അറിയപ്പെടുന്ന നിലകളിൽ, ആമേൻ, ഈ ദൈവസഭയുടെ അതിരുകളെ ദൈവം വിശാലമാക്കട്ടെ. രാജ്യങ്ങളെ, പട്ടണങ്ങളെ പിടിച്ചടക്കുന്ന അസാധാരണമാകുന്ന ദൈവിക ഉണർവുകൾ ദൈവം അത് ചെയ്യട്ടെ. വേഗത്തിലെടുത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം, അതിന് 36-37 വാക്യങ്ങൾ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം, അതിന് 36-37 വാക്യങ്ങൾ. 2 Kings chapter 4 verses 36 and 37. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം, അതിന് 36-37 വാക്യങ്ങൾ. വേഗത്തിൽ വായിച്ചു. നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്ത് ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തൻ്റെ മകനെ എടുത്തുകൊണ്ട് പോയി. അവൾ അകത്ത് ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തൻ്റെ മകനെ എടുത്തുകൊണ്ട് പോയി. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചോണേ. വായിക്കാനുള്ള വാക്യമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ അകത്ത് ചെന്നു തൻ്റെ മകനെ എടുത്തുകൊണ്ട് അവൾ മാളികമുറിയിൽ നിന്ന് തിരികെ ഇറങ്ങിപ്പോയി. എടുത്തു വെച്ചത് ചലനമറ്റുപോയ, ജീവൻ നഷ്ടപ്പെട്ടു പോയ, തണുത്ത് വറങ്ങലിച്ച, ഇനി ഒരിക്കലും തിരികെ കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെയാണ് അവൾ പ്രാർത്ഥനാ മുറിയിൽ എടുത്തു വെച്ചത്. പക്ഷേ ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. മാളിക മുറിയിൽ നിന്ന് അവൾ എടുത്തുകൊണ്ട് പോയത് ജീവനുള്ളൊരു കുഞ്ഞിനെ കൊണ്ടാണ്. ആമേൻ പറയാമോ? ചലനമറ്റൊരു വിഷയത്തെ പ്രാർത്ഥനാ മുറിയിൽ എടുത്തു വെച്ചപ്പോൾ, ചലനമറ്റുപോയ, തണുത്തുറഞ്ഞു പോയ, ഇനി ഒരിക്കലും ഉയർക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ ഒരു വിഷയത്തെ പ്രാർത്ഥനാ മുറിയിൽ എടുത്തു വെച്ച ശൂന്യമിലെ സ്ത്രീ, ആമേൻ, സ്തോത്രം, മാളിക മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ജീവനുള്ള വിഷയവുമായിട്ടാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് തുടക്കത്തിലെ കൈമാറുകയാണ്. ചലനമറ്റുപോയ ചിലത് ഈ പകലിൽ ചലിക്കാൻ തുടങ്ങുകയാണ്. ഇനി ഒരിക്കലും ഉയർക്കത്തില്ലെന്ന് പറയുന്ന ചിലതിനെ, ഇനി ഒരിക്കലും സാധ്യതയില്ലെന്ന് പറയുന്ന ചിലതിനെ, ഇനി ഒരിക്കലും മടങ്ങി വരാൻ സാധ്യതകളില്ലെന്ന് പറയുന്ന ചിലതിനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തു തുടങ്ങിക്കോ. ഇനി ഒരിക്കലും ചലിക്കത്തില്ലെന്ന് പറയുന്ന ചിലത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ചലിക്കുമെന്ന് പറഞ്ഞാൽ, ഓ യേശുവിന്റെ നാമത്തിൽ ചലനമറ്റു പോയ ചിലതിനെ ചലിപ്പിക്കുന്ന ഒരു വിശ്വാസം. ആമേൻ. നിങ്ങൾക്കറിയാമോ, ശൂന്യമിലെ ഈ സ്ത്രീയെ പറ്റി പഠിച്ചാൽ, അതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പഠിച്ചാൽ, ആമേൻ, ഒരു ദിവസം എലീശ ശൂന്യമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ ബൈബിള് തുറന്നു വെച്ചിട്ട് ബാക്കി എല്ലാവരും മടക്കി വെച്ച് ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങളിരുന്നു. ഒന്ന് ആരാധിക്കാനൊക്കെ നിങ്ങൾ ഉഷാറായിട്ടിരുന്നു. ഓക്കെ, ഒരാൾ ബൈബിള് വായിക്കാനുള്ള ഒരാൾ. ഓക്കെ, കൂടെ വന്നേ. ഈ പുസ്തകം പഠിച്ചാൽ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം പഠിച്ചാൽ,
ഈ സ്ത്രീയെ പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവളുടെ പേരോ ഇവളുടെ വീട്ടുപേരോ ഇവളുടെ ബാക്കി വെയറബൌട്ട്സോ ഡീറ്റെയിൽസോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഇവളെപ്പറ്റി ആകെ പറഞ്ഞിരിക്കുന്നത് ഇവള് ധനികയായൊരു സ്ത്രീ എന്ന്. ശൂന്യമിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഇവള് ധനികയായിരുന്നു. ഇവളെപ്പറ്റി മറ്റൊരു ഡീറ്റെയിൽസ് ഈ പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പക്ഷേ ജയം ബ്രദറെ, ഒരധ്യായത്തിൻ്റെ 90% ഇവളങ്ങ് കൊണ്ടുപോയി. പിടിയിട്ടേ ഞാൻ പറഞ്ഞ്, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 90% ഭാഗത്തിലും ഈ സ്ത്രീയുടെ വിശ്വാസത്തെ പറ്റിയാണ് പറയുന്നത്. അമ്മ പറയാമോ? അതിൻ്റെ അർത്ഥം നിന്റെ പേരറിഞ്ഞില്ലേലും, നിന്റെ നാളറിഞ്ഞില്ലേലും, നിന്റെ വീട്ടുപേരറിഞ്ഞില്ലേലും, നിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ലേലും, നിന്റെ അകത്ത് ചലിക്കുന്ന ഒരു ചെറിയ വിശ്വാസത്തിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ, ഓ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ അകത്ത് ചലിക്കുന്ന വിശ്വാസത്തിന് വീര്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഇനി അത് മാത്രമല്ല, എബ്രായ ലേഖകൻ വിശ്വാസ വീരന്മാരുടെ പട്ടികകൾ നിരത്തുന്നതിൻ്റെ കൂട്ടത്തിൽ വിശ്വാസ വീരമതികളുടെ പേരിനകത്ത് ഒരു വാക്കിങ്ങനെ ചേർത്ത് വെച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർപ്പിനാൽ, വിശ്വാസത്താൽ തിരികെ കിട്ടിയെന്ന് ആമേൻ സ്തോത്രം അപ്പോസ്തലൻ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ വിശ്വാസ വീരമതികളുടെ പട്ടികയ്ക്കകത്തും ആമേൻ ശൂന്യമിലെ ഈ സ്ത്രീക്ക് ഇടം കിട്ടിയത് അവളുടെ അകത്ത് ചലിച്ച വിശ്വാസ നിമിത്തമാണ്. ആമേൻ. ശ്രദ്ധിച്ചോണേ, പഴയ നിയമത്തിൻ്റെ ഒരധ്യായത്തിൻ്റെ 3/4 ഭാഗവും ഇവളെ പറ്റി പറയുന്നു. പുതിയ നിയമത്തിൽ വിശ്വാസത്തിൻ്റെ ആഴമുള്ള ഈ സ്ത്രീയെ പറ്റി ലേഖകൻ ഒന്ന് പരാമർശിക്കുകയൂടെ ചെയ്തു. അതിൻ്റെ അർത്ഥം അകത്തുള്ള വിശ്വാസത്തിന് ശക്തിയുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു. ആമേൻ. കേട്ടോണേ, ഈ സ്ത്രീയെ പറ്റി എഴുതിയിരിക്കുന്നത്, ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. നിങ്ങൾ കേട്ടോ, ഞാൻ ഈ സ്ത്രീയിൽ കണ്ട ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. നല്ല ഗുണങ്ങളുള്ളൊരു സ്ത്രീയായിരുന്നു ഈ സ്ത്രീ. നമ്മളെപ്പോലെ തന്നെ, നിങ്ങളെപ്പോലെ തന്നെ ഒത്തിരി നല്ല ഗുണങ്ങളുള്ള സ്ത്രീയായിരുന്നു ആര്? ഈ ശൂനേമിലെ സ്ത്രീ. ഞാൻ ഇവളിൽ കണ്ട ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ജോമൻ പാസ്റ്ററെ, ഞാൻ ഇവളിൽ കണ്ട ആദ്യത്തെ ക്വാളിറ്റി, ഈ സ്ത്രീക്ക് നല്ല ഒരു ആർദ്രതയുള്ളൊരു ഹൃദയമുള്ളവളായിരുന്നു. എങ്ങനെ? ആർദ്രതയുള്ളൊരു ഹൃദയമുള്ളവളായിരുന്നു. വചനം പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടുപോയി ആരാധന വെളിപ്പെടണം, അതാ നല്ലത് കേട്ടോ. ആമേൻ. എന്നതാ? ഇവക്ക് നല്ല ആർദ്രതയുള്ളൊരു ഹൃദയം ഉണ്ടായിരുന്നു. കാര്യം എന്നറിയാമോ? അത് പറയാനുള്ള കാര്യം, ഇവളെ പറ്റി എഴുതിയിരിക്കുന്നത് അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നെന്ന. ഈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ, പുസ്തകം ധനിക എന്ന് പറയണമെങ്കിൽ, സത്യവേദ പുസ്തകം ധനിക എന്ന് പറയണമെങ്കിൽ അവൾ എന്നാ ധനമുള്ളവളായിരിക്കും. നമ്മളൊരു കാറൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പറയുമോ അച്ഛൻ ഭയങ്കര കാശുകാരനായെന്ന്, അല്ലേ? അങ്ങനൊന്നും അല്ല. നമ്മൾ ഈ ചെറിയ കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ധനത്തെ പറ്റിയൊക്കെ നിശ്ചയിക്കുമ്പോൾ പുസ്തകം ധനിക എന്ന് പറഞ്ഞ സ്ത്രീക്ക് ആ ദേശത്തിൽ തന്നെ ഏറ്റവും നല്ല ധനാഢ്യയായൊരു സ്ത്രീ ആയിരിക്കാം ആ സ്ത്രീ. പക്ഷേ ഇവൾക്ക് ആർദ്രതയുള്ളൊരു ഹൃദയം ഉണ്ടെന്ന് പറയാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? അതിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. അതിൻ്റെ അർത്ഥം അതുവഴി പോകുന്ന ഒരാൾക്ക് വിളിച്ചൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സാർക്കുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ സത്യം പറഞ്ഞ എൻ്റെ പൊന്നു ബ്രദറെ, നമുക്ക് ഈ പണം കൂടുമ്പോഴാണ് നമ്മുടെ ആർദ്രത കുറയുന്നത്. അങ്ങനെയാണോ? പത്തനാപുരത്ത് അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെയാണോ? അല്ലെ, പൈസ കൂടുമ്പോഴാണ് നമ്മുടെ ആർദ്രത കുറയുന്നത്. സത്യമാണോ ജയം ബ്രദറെ? നമുക്ക് ഒത്തിരി പൈസ ആകുമ്പോഴത്തേക്കിനാണ് നമ്മുടെ സ്റ്റാറ്റസും എന്ത് ചെയ്യുന്നത്, മാറുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. പണ്ട് ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നവരായിരിക്കുകയല്ല പൈസ ആയിക്കഴിഞ്ഞാൽ പിന്നുണ്ടാവുന്ന ബന്ധങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ബന്ധങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും
മറന്നു കളയരുത്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? സ്തോത്രം. ആദ്യം കൂടെ നിന്നവരെയും ആദ്യം കൈത്താങ്ങിയവരെയും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ നിലയും നമ്മുടെ സ്ഥാനങ്ങളും നമ്മുടെ സ്ഥിതികളും ഒക്കെ മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു കളയരുത്. സ്തോത്രം. ഇവൾക്കുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒത്തിരി ധനികയായ ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും ഇവൾ ആർദ്രതയുള്ളൊരു ഹൃദയമുള്ളവളായിരുന്നു. അതുവഴി പോകുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ളൊരു മനസ്സാർക്കുണ്ടായിരുന്നു? ഈ സ്ത്രീക്ക്. നമുക്കങ്ങനെ ഒരു മനസ്സുണ്ടോ? നമ്മൾ വഴിയിലൊരു പിച്ചക്കാരൻ പോയി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഗേറ്റൊക്കെ അടച്ചു കളയും. ഇല്ല, അങ്ങനെയുള്ളവരല്ല നമ്മൾ. അപ്പം അങ്ങനെ ആർദ്രതയുള്ള ഒരു ഹൃദയമുള്ളവളായിരുന്നു ആര്? ഈ ശൂനമിലെ സ്ത്രീ. അപ്പം നോക്കണേ, ഇവൾക്ക് ഏറ്റവും നല്ല ആദ്യത്തെ ക്വാളിറ്റി, ഇവൾക്ക് ആർദ്രതയുള്ളൊരു ഹൃദയം ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ഇവളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ആ രണ്ടാമത്തെ സെൻറ്റൻസ് ഒന്ന് വായിച്ചോളേ സിസ്റ്ററെ. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. അടുത്ത വാക്ക്, പിന്നത്തേതിൽ ആ വഴിക്ക് അവൻ പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അപ്പം അതിൽ നിന്ന് എന്താ പിടികിട്ടിയേ? ഇവളുടെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇവക്ക് ഏറ്റവും നല്ലൊരു ആതിഥ്യ മര്യാദയുള്ള സ്ത്രീയായിരുന്നു. അത് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ആദ്യത്തെ തവണ നിർബന്ധിച്ച് വിളിച്ചു. പിന്നത്തേത് ആ വഴിക്ക് പോകുമ്പോഴല്ല എലീശ അവിടെ വീട്ടിൽ കയറി വന്നു. പിടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നേ, ആദ്യം കൊടുത്തത് ഏറ്റവും നല്ലതായിരുന്നു. നിങ്ങൾക്ക് പിടികിട്ടിയോ? ആദ്യം കൊടുത്തത് ഏറ്റവും നല്ലത് ആദ്യം കൊടുത്തത് കൊണ്ട്, ഏറ്റവും നന്നായി ആദ്യം സ്വീകരിച്ചത് കൊണ്ട്, ഏറ്റവും നന്നായി ആദ്യം കരുതിയത് കൊണ്ട് എലീശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, വല്ലപ്പോഴും ഒക്കെ ആ വീട്ടിലൊന്ന്. അപ്പൊ എന്തേലും ചെയ്യുമ്പോ ഏറ്റവും നല്ലത് ചെയ്യണം. കിട്ടുന്നുണ്ടോ? നല്ല ആതിഥ്യ മര്യാദയുള്ളൊരു സ്ത്രീയായിരുന്നു ആര്? ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ദൈവദാസന്മാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൽ ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി ചെയ്യണം. കൂടെ സത്യം പറഞ്ഞ ഒരു ദിവസം കൊണ്ട് നമുക്കൊരാളെ വെറുപ്പിക്കുകയും ചെയ്യാം, സ്നേഹിക്കുകയും ചെയ്യാം. സത്യമാണോ? ആണോ? ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഒരാളെ സ്വീകരിക്കാനും കരുതാനും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിൽ. കൂടെ ഉണ്ടോ നിങ്ങൾ? നമ്മളെ കൊണ്ട് ആവും പോലെ ആതിഥ്യ മര്യാദ. അപ്പൊ നോക്കിക്കോണേ, ഇവളിൽ ഞാൻ കണ്ട ആദ്യത്തെ ക്വാളിറ്റി, ഇവൾ നല്ല ആർദ്രതയുള്ള ഹൃദയമുള്ളവളായിരുന്നു. 2, ഇവൾ ഏറ്റവും നല്ല ആതിഥ്യ മര്യാദ ഉള്ളവളായിരുന്നു. 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3ാമത്, അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാള് വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ. അപ്പൊ 3ാമത് ഞാൻ ഇവളിൽ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇവൾക്ക് ഏറ്റവും നല്ലൊരു വിവേചനവരം ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടോ നിങ്ങൾ? ഇവൾക്ക് ഏറ്റവും നല്ലൊരു ഡിസേൺമെന്റ് സ്പിരിറ്റ് ഇവൾക്കുണ്ടായിരുന്നു. ഈ സ്ത്രീയിൽ ഞാൻ കണ്ട 3ാമത്തെ ഏറ്റവും നല്ല ഗുണം, ഏറ്റവും നല്ല വിവേചനപരമുള്ള സ്ത്രീയായിരുന്നു ആര്? അത് പറയാനുള്ള കാര്യം എന്നറിയാമോ? ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് പറയുവാണ്, ഇതുവഴി കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ ദൈവപുരുഷനെന്നല്ല പറഞ്ഞ്, ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നാ പറഞ്ഞേ. ശ്രദ്ധിച്ചോ ആ പദം? He is a holy man of God. ഇദ്ദേഹം വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നാ. പാസ്റ്റർമാരൊത്തിരിയുണ്ട്, പ്രവചിക്കുന്നവരൊത്തിരിയുണ്ട്, ദൂത് പറയുന്നവരൊത്തിരിയുണ്ട്, ദൈവപുരുഷന്മാരൊത്തിരിയുണ്ട്. പക്ഷേ അതിൻ്റെ മുൻപിൽ ഒരു പദം ആഡ് ചെയ്യാൻ കഴിയണം, ഇദ്ദേഹം വിശുദ്ധനായ ഒരു ദൈവപുരുഷനാന്ന് പറയുന്ന നിലകളിൽ. കൂടെ ഉണ്ടോ? സ്തോത്രം. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാ ഈ കാലത്ത്. എല്ലാവരും പ്രവചിക്കുന്നുണ്ട്, എല്ലാവരും പേര് വിളിക്കുന്നുണ്ട്, ഒത്തിരി ദൂതുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പ്രവചനമൊക്കെ ഇഷ്ടം പോലെ തലേ കൈവച്ച് പറയാൻ ആളുകളുണ്ട്. പക്ഷേ അതിൻ്റെ മുൻപിൽ ഒരു പദം ചേർക്കാൻ കഴിയുമോ എന്ന് വിവേചിക്കാൻ ദൈവസഭയുടെ അകത്ത് ഒരു വിവേചനപരമുണ്ടായിരിക്കണം. ഞാനിത് പറയാനുള്ള കാര്യം എന്നറിയാമോ? ഇതുവഴി 2 പേര് പോകുന്നുണ്ട്. മുൻപേ നടക്കുന്ന എലീശയും പിറകെ നടക്കുന്ന ഗേഹസിയും. കൂടെ ഉണ്ടോ?
മുൻപിൽ നടക്കുന്ന ഏലീശയും പിറകിൽ നടക്കുന്ന ഗേഹസിയും രണ്ടു പേരെയും വിവേചിച്ചിട്ട് ഗേഹസിയെ പറ്റിയല്ല ശൂനേമിലെ സ്ത്രീ പറഞ്ഞത്, മുൻപേ നടക്കുന്ന എലീശയെ പറ്റി പറയുകയാ, ഇയാള് വിശുദ്ധനായ ഒരു ദൈവപുരുഷനാന്ന് ഞാൻ കാണുന്നെന്ന്. ആമേൻ. ദൈവസഭയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടുന്ന ഒരു വരമാ വിവേചന വരം. ഗേഹസി ആരെന്നും എലീശ ആരെന്നും തിരിച്ചറിയാൻ ഒരു വരം വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ തലയിൽ കൈവച്ച് ദൂത് പറയുന്നത് ആരാന്നും, ആമേൻ, നിന്റെ സഭയിൽ കടന്നു വരുന്നത് ആരാന്നും, നിനക്ക് കരം തരുന്നത് ആരാണെന്നും തിരിച്ചറിയാൻ ഒരു വിവേചന വരം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വരമുള്ളവർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ഹൗസ് ഓഫ് പ്രൈസ് പത്തനാപുരത്തിനകത്ത് വിവേചനപരമുള്ളവർ നിന്റെ വീടിന്റെ മുറ്റത്തൂടെ കടന്നു പോകുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു വരം പ്രാപിക്കുന്നവർ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. കൂടെ ഉണ്ടോ നിങ്ങൾ? പൗലോസും ശീലാസും കൂടെ ഒരു ദിവസം നടന്നു പോയപ്പം അച്ചായമാരെ നോക്കിയിട്ട് ഒരു സ്ത്രീ പറഞ്ഞു, നിങ്ങൾ സാക്ഷാൽ എന്നാ ദൂതാ പറഞ്ഞേ, നമ്മളെങ്ങാണ് പറഞ്ഞെങ്കിൽ 500 രൂപ സ്വോത്രാഴ്ചയും കൂടെ കൊടുത്ത് ബാക്കിയും കൂടെ പറ സിസ്റ്റർ എന്നും പറഞ്ഞ് നമ്മൾ വീട്ടിൽ വിളിച്ചോണ്ട് പോയേനെ. കൂടെ ഉണ്ടോ നിങ്ങൾ? പക്ഷേ പൗലോസ് അവളെ ഒന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നത്? പൗലോസ് അവളെ ഒന്ന് മുഷിഞ്ഞു നോക്കിയെന്ന് ഒറ്റ ശാസനം ശാസിച്ചു. കൂടെ വരുന്നുണ്ടോ? ഹല്ലേലൂയ. ആരാന്ന് വിവേചിക്കാൻ ഒരു വിവേചന വരം. ഞാൻ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ എൻ്റെ ദൈവസഭയോട് പറയാം, വിവേചിച്ചോണം. ഒരു വല്ലാത്ത കാലത്തിൽ നമ്മൾ ജീവിക്കുന്നേ, ഒരു വല്ലാത്ത കാലഘട്ടത്തിനകത്ത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നേ. പക്ഷേ ഇതിന്റെ നടുവിൽ വിശുദ്ധന്മാരാരാന്ന്, ദൈവകൃപയിൽ നിൽക്കുന്നത് ആരാന്ന്, ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവപുരുഷന്മാരെ തിരിച്ചറിയുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റ് വരണം. സ്തോത്രം. നിങ്ങൾ കൂടെ ഉണ്ടോ? നമ്മുടെ സ്വോത്രാഴ്ചയും നമ്മുടെ ദശാംശവും നമ്മൾ അധ്വാനിക്കുന്ന നന്മയിലെ സ്തോത്രം നന്മകളുമൊക്കെ ഗേഹസിമാരനുഭവിക്കാനുള്ളതല്ല, ഇത് എലീശമാരനുഭവിക്കാനുള്ളതാ. കൂടെ ഉണ്ടോ നിങ്ങൾ? ഗേഹസി ആരെന്നും എലീശ ആരെന്നും തിരിച്ചറിയണം. എല്ലാ പ്രവചനവും ഒന്നും ദൈവത്തിൽ നിന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, ആമേൻ. ഇതിൻ്റെ സോഴ്സ് എന്തെന്ന് തിരിച്ചറിയാൻ ഒരു വിവേചനവരം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് നമുക്ക് വേണ്ടുന്നത് ഈ വിവേചനവരമാണ്. ദൈവഹിതം അല്ലാത്ത ഒരുത്തം പോലും നമ്മുടെ പുൽപ്പറ്റിനകത്ത് വരരുത്. ആമേൻ പറയാമോ? കേട്ടോണേ, എലീശയെ നന്നായി വിവേചിച്ചിട്ട് ഈ സ്ത്രീ പറയാണ് കൂടെ കൂടെ ഇതുവഴി പോകുന്ന ആള്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, കൂടെ കൂടെ പോയിട്ടും ഇദ്ദേഹത്തിന്റെ വിശുദ്ധി കാത്തു. പിടികിട്ടിയോ? കൂടെ കൂടെ പോയിട്ടും ഇദ്ദേഹത്തിന്റെ വിശുദ്ധി കാത്തു. കാര്യം എന്നാന്നറിയാമോ? ആമേൻ. കൂടെ കൂടെ പോയിട്ടും ഈ സ്ത്രീയോട് മാത്രമേ ആർക്ക് ബന്ധമുള്ളൂ? എലീശയ്ക്ക് ബന്ധമുള്ളൂ. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഭർത്താവിനോട് എന്ത് ചെയ്യുന്നേ? പരിചയപ്പെടുത്തുന്നേ. അപ്പം ഇത്ര നാളായിട്ട് ഈ സ്ത്രീക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു വിശുദ്ധനാണെന്ന്. അപ്പം ഈ വരം എവിടുന്ന്, ഈ അഭിഷേകത്തിൻ്റെ ഈ വിശുദ്ധിയുടെ നിറവ് എവിടുന്ന് കിട്ടിയെന്ന് ഞാനൊന്ന് പഠിച്ചപ്പോഴേ, എലിയാവിങ്കിൽ നിന്ന് ഇരട്ടി പങ്ക് ആർക്ക് കിട്ടിയേ? എലീശയ്ക്ക് കിട്ടിയത്. ഈ 6 മാസമേ ഏലിയാവ് എവിടെ പാർത്തുള്ളൂ? കെരീത്തിൽ പാർത്തുള്ളൂ. പിന്നെ 3 കൊല്ലം പാർത്തത് സരേഫാത്തിലെ വിധവയുടെ കൂടാ. പിടിയിട്ട് ഞാൻ പറഞ്ഞു, 6 മാസം കെരീത്തിലും 3 കൊല്ലം എവിടെയാ പാർത്തേ? അവിടെ വിശുദ്ധി തെളിയിക്കപ്പെടുന്നേ. പിടിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നോക്കണേ, ഞാൻ ഇവളിൽ കണ്ട ആദ്യത്തെ ക്വാളിറ്റി, ഇവൾ ആർദ്രതയുള്ള ഹൃദയമുള്ളവളായിരുന്നു. 2, ഇവൾ ആതിഥ്യ മര്യാദയുള്ളവളായിരുന്നു. 3, ഇവൾ ഏറ്റവും നല്ല വിവേചന വരമുള്ളവളായിരുന്നു. 4ാമത്തെ ക്വാളിറ്റി എന്നാണെന്നറിയാമോ? ഇവള് ഭർത്താവിനോട് പറയുക, നമ്മുടെ വഴിയായി
കൂടെ കൂടെ കടന്നു പോകുന്ന, ഒന്ന് വായിച്ച സിസ്റ്ററെ, ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നെന്ന്. അതിൻ്റെ അർത്ഥം ഞാൻ കണ്ടതിനെ എൻ്റെ ഭർത്താവിനെയും കൂടെ വിളിച്ചു കാണിക്കാൻ ഈ സ്ത്രീക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പറഞ്ഞു പിടികിട്ടിയോ? ഞാൻ കണ്ടതിനെ എൻ്റെ ഭർത്താവിനെയും കൂടെ വിളിച്ചു കാണിക്കാൻ ഒരു തുറന്ന മനസ്സാർക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വല്ലതും പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ കണ്ട കാഴ്ച ഞാൻ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ സ്ത്രീ അല്ല ഈ സ്ത്രീ. ഞാൻ കണ്ടതിനെ എൻ്റെ ഭർത്താവ് കണ്ടാലും കുഴപ്പമില്ലെന്ന് പറയുന്നൊരു സ്ത്രീയായിരുന്നു. അതിൻ്റെ അർത്ഥം ഒരു തുറന്ന മനസ്സാർക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഇന്നത്തെ കുടുംബജീവിതത്തിലെ തകർച്ചകളുടെ കാരണം, ഇന്നത്തെ ബന്ധങ്ങളിലെ തകർച്ചകളുടെ കാരണം ബ്രദറെ ഈ തുറന്ന മനസ്സില്ലാത്തത് കൊണ്ടാണ്. കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാൻ കണ്ടത് എൻ്റെ ഭർത്താവ് കണ്ടാലും എൻ്റെ ഭാര്യ കണ്ടാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരു തുറന്ന മനസ്സാർക്കുണ്ടായിരുന്നു? ശൂനേമിലെ സ്ത്രീക്കുണ്ടായിരുന്നു. ഇവൾ ഒരിക്കൽ ഭർത്താവിനോട് പറയുകയാണ്, 4 ക്വാളിറ്റിയുള്ള ഈ സ്ത്രീ ഭർത്താവിനോട് പറയും. നമ്മുടെ ദൂതിനകത്തോട്ട് നമ്മളൊന്ന് ഇറങ്ങി വരിക, ശ്രദ്ധിച്ച് നിങ്ങൾ എൻ്റെ കൂടെ വരണേ. 10ാമത്തെ വാക്യം ഇവിടെ പറയാം, നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിയണം. കേട്ടോണേ, 4 ഗുണങ്ങളുള്ള സ്ത്രീ. 1ാമത്തെ ഗുണം ആർദ്രതയുള്ള ഹൃദയവും, ആമേൻ, ആതിഥ്യ മര്യാദയും, ആമേൻ, ആമേൻ, വിവേചനപരവും തുറന്ന മനസ്സുമുള്ള ഈ സ്ത്രീ ഭർത്താവിനോട് പറയുക, നമ്മുടെ വീട്ടിൽ ഒത്തിരി മുറിയുണ്ട്, നമ്മുടെ വീട്ടിൽ ഒത്തിരി മുറിയുണ്ട്, നമുക്കൊത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എവിടെയോ നമുക്കൊരു മാളിക മുറിയുടെ കുറവുണ്ടെന്ന്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അയ്യോ, നമ്മുടെ വീട്ടിൽ ഒത്തിരി മുറിയുണ്ട്, നമ്മുടെ വീട്ടിൽ ബെഡ്റൂം ഉണ്ട്, നമ്മുടെ വീട്ടിൽ കിച്ചൺ ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഡൈനിങ് ഏരിയ ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഒത്തിരി മുറിയുണ്ട്, ഒത്തിരി സൗകര്യങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു മുറിയുടെ കുറവുണ്ട്, ഒരു പ്രാർത്ഥനാ മുറിയുടെ കുറവുണ്ട്. കൂടെ ഉണ്ടോ നിങ്ങൾ? ഇവക്കൊരു കാര്യം മനസ്സിലായി, ഇതുവഴി കൂടെ കൂടെ പോകുന്ന മനുഷ്യൻ അവൻ ക്യാരി ചെയ്യുന്ന, അവൻ്റെ മേൽ വസിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കൂടെ വരണേ. ഈ മനുഷ്യൻ ക്യാരി ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇതെൻ്റെ വീട്ടിൽ കയറി പാർക്കണം. കൂടെ വരണേ, ശ്രദ്ധിച്ചോണേ. ഇതിങ്ങനെ വെള്ളിയാഴ്ച ഞായറാഴ്ചയും എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇത് വല്ലപ്പോഴും എൻ്റെ വീട്ടിൽ വന്നാൽ പറ്റത്തില്ല. ഇതെൻ്റെ വീട്ടിൽ കയറി പാർക്കണം. പിടിയിട്ടുന്നുണ്ടോ? പിടിയിട്ടുന്നുണ്ടോ ബ്രദറെ? ചർച്ചിൽ വരുമ്പോൾ മാത്രം ഇത് അനുഭവിച്ചാൽ പറ്റത്തില്ല. ഇത് ഞായറാഴ്ച മാത്രം അനുഭവിച്ചാൽ പറ്റത്തില്ല. ഇത് വെള്ളിയാഴ്ച മാത്രം അനുഭവിച്ചാൽ പറ്റത്തില്ല. ഈ സാന്നിധ്യം എൻ്റെ വീട്ടിനകത്ത് കയറി പാർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാ ഉള്ളേ? ഇവക്കൊരു കാര്യം മനസ്സിലായി, ഈ സാന്നിധ്യം എൻ്റെ വീട്ടിൽ കയറി, ഈ സാന്നിധ്യം വീട്ടിൽ കയറി പാർക്കണമെങ്കിൽ ഇന്നുള്ള മുറി പറ്റത്തില്ല, ഒരു സ്പെഷ്യൽ മുറി പറഞ്ഞേ പറ്റത്തുള്ളൂ. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എലീശന്റെ വീട്ടിൽ പാർക്കണമെങ്കിൽ, എലീശ വഹിക്കുന്ന ഈ ദൈവ സാന്നിധ്യം എൻ്റെ വീടിനകത്ത് വസിക്കണമെങ്കിൽ ഇന്നത്തെ ഈ സൗകര്യത്തിനകത്ത് പറ്റത്തില്ല, ഒരു പ്രാർത്ഥനാ മുറി ഞാൻ പണിഞ്ഞേ പറ്റത്തുള്ളൂ. ആരാ ഇന്ന് പകലിലൊന്ന് ആഗ്രഹിക്കുന്നേ? കർത്താവേ, എൻ്റെ വീട്ടിനകത്തൊരു മാളിക മുറി പണിതേ പറ്റത്തുള്ളൂ, എൻ്റെ വീടിനകത്തൊരു പ്രാർത്ഥനാ മുറി പണിതേ പറ്റത്തുള്ളൂ, എൻ്റെ വീടിനകത്തൊരു മാളിക മുറിയുടെ അന്തരീക്ഷം വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. സദാസമയം ദൈവം ഇറങ്ങി വരുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന ഒരു മാളിക മുറിയുടെ അനുഭവം എൻ്റെ വീടിനകത്ത് വെളിപ്പെട്ടേ പറ്റത്തുള്ളെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അക്ഷരീകമാകുന്ന ഒരു മുറി ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഇന്ന് പോയിട്ട് കട്ടയും ഇഷ്ടിക എല്ലാം കൂടെ വാങ്ങിച്ച് സിമെൻറ്റ് വാങ്ങിച്ചിട്ട് ഒരു മുറി ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ആമേൻ. നിങ്ങൾ വീട് വെക്കുമ്പോൾ അങ്ങനെ ഒരു മുറിയും കൂടെ പണിതാലും കുഴപ്പമില്ലെന്ന് ഞാൻ ഈ പറയുന്നത്. ഒരു എക്സ്ട്രാ ഒരു അപ്പർ റൂം കൂടെ പണിതോ കുഴപ്പമില്ല,
പക്ഷെ ഞാൻ പറയുന്നത്, ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നീ പണിതെടുത്തേ പറ്റത്തുള്ളൂ. അതിനിവിടെ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്നറിയാമോ? അവൻ ഒത്തിരി പറഞ്ഞു പോകണം, അതുകൊണ്ട് ഓടി ഓടി ഒന്ന് പോവുക. ഇവള് പറഞ്ഞ ആദ്യത്തെ കാര്യം, നാം ചുവരോടുകൂടി ഒരു മാളിക മുറി പണിതുണ്ടാക്കാവെന്ന്. എന്നെ പറഞ്ഞേ, എ വാൾഡ് അപ്പർ ചേംബർ, ചുവരുള്ളൊരു പ്രാർത്ഥനാ മുറി. ഇവള് പറയുകയാണേ, അച്ഛാ, നമ്മളൊരു മാളിക മുറി പണിയുമ്പോൾ ഒന്നാമത് അതിന് വേണ്ടുന്ന ഒരു കാര്യം 4 ചുവരുകൾ അതിനുണ്ടായിരിക്കണം. എന്നതാ? 4 ഭിത്തി അതിനുണ്ടായിരിക്കണം. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ കർത്താവ് അങ്ങനെ ഒരു പദം ഇങ്ങനെ പറഞ്ഞു വെച്ച്, ചുവരോടുകൂടി ഒരു പ്രാർത്ഥനാ മുറി എന്ന്, ചുവരോടുകൂടിയ ഒരു മാളിക മുറി എന്ന്? അതിൻ്റെ അർത്ഥം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ, ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനകത്ത് തളം കെട്ടി നിൽക്കുന്നൊരു പ്രാർത്ഥനാ മുറി. കൂടെ വന്നേ. ചുവര് തുറന്നു കിടക്കുന്ന മാളിക മുറിയല്ല, ചുവരിടിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനാ മുറിയല്ല, 4 ചുവരുകളുള്ള ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ അതുപോലെ ഉൾക്കൊള്ളുന്ന ഒരു മാളിക മുറി. നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? എന്നതാ നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ പ്രശ്നം? നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ചുവരയിലും നമ്മൾ എന്ത് ചെയ്തിരിക്കും? ഇടിച്ചിട്ടിരിക്കും, തുറന്ന് അല്ലേ? കാര്യം പുറത്ത് നടക്കുന്ന എല്ലാ കാര്യവും നമുക്ക് അറിയണം, അങ്ങനല്ലേ ജഗൻമോനെ? നമ്മൾ ഒരു വാതിലേലും എന്ത് ചെയ്തും തുറന്നിട്ടേക്കും. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമായിരിക്കും, അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ഫോണ്. നിങ്ങൾ അങ്ങനെ ആരും അല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും നമ്മൾ ഈ അന്യഭാഷയൊക്കെ പറഞ്ഞ് രക്തം ജയം ഗ്ലോറിയൊക്കെ പറഞ്ഞ് വരുമ്പോഴായിരിക്കും കോള് വരുന്നത്. അപ്പോൾ ഒരു കണ്ണിങ്ങനെ തുറന്നിട്ട് ഐ വിൽ കോൾ യു ലേറ്റർ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാനായിരിക്കുന്നത്. അന്നേരം നമ്മൾ ഫോണിൽ ബെല്ല് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യം നമ്മൾ ഒരു ചുവരയിലും എന്ത് ചെയ്തേക്കുക? ഇവിടെ അങ്ങനെയുള്ളവരല്ലെന്ന് തോന്നുന്നു. മോൻ എത്ര ലക്കിയാ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കുക്കറിൽ വിസിലിങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അച്ഛനോട് പറയാം, അച്ഛാ 4 വിസിലായെന്നാ തോന്നുന്നത്, 5ാമത്തെ ആകുമ്പോഴത്തേക്കിന് അങ്ങ് ഇല്ലേ നിർത്തണേ. അല്ലെങ്കിൽ നമ്മൾ പറയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പറയുന്നത്, മത്തി കരിഞ്ഞെന്താ തോന്നുന്നേ, ഒന്ന് തിരിച്ച്. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മത്തിയുടെ മണം, കരിഞ്ഞ മണം നമ്മുടെ മൂക്കിൽ. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും വിസിൽ 4 എണ്ണം അടിച്ചത് നമ്മുടെ ചെവിയിൽ. നമ്മൾ കേൾക്കാനിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, പക്ഷെ കേട്ടത് മുഴുവൻ എന്നാ? കൂടെ ഉണ്ടോ നിങ്ങൾ? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെല്ലാം ഓടിക്കൊണ്ടാ പോന്നേ? കൂടെ ഉണ്ടോ നിങ്ങൾ? അതുകൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി എന്ത് ചെയ്യണം? വാതിലടയ്ക്കണം. ഹൃദയത്തിൻ്റെ ഉള്ളറകളുടെ അകത്തോട്ട് കയറിയിട്ട് വാതിൽ എന്ത് ചെയ്യണം? ഏത് വാതിൽ അടയ്ക്കണ്ടേ? ഹൃദയത്തിൻ്റെ വാതിൽ. നല്ല മറുപടി. ഓക്കെ, പിന്നെ പറ, ഏതൊക്കെ വാതിൽ അടയ്ക്കണ്ടേ? ഞാൻ പഠിപ്പിക്കാം. കർത്താവ് പറഞ്ഞ ഏത് വാതിലാണെന്നറിയാമോ? ലോകമകത്ത് കയറാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ലോകമകത്ത് കയറുന്ന 5 വാതിലുകൾ നമുക്കുണ്ട്. എത്ര വാതില? 5 വാതിലുകൾ. ഏതൊക്കെയാ? പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 വാതിലുകൾ. കൂടണ്ടോ? ഈ ശരീരത്തിനകത്ത് 5 വാതിലുകൾ. പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണടയണം, നിന്റെ കാതടയണം, നിന്റെ നാവടയണം. എവിടെ അടയണമെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ മുൻപിൽ ഇതെല്ലാം അടയണം. ഞാൻ ഇങ്ങനെ പറയും, കേട്ടോണേ, ഞാൻ ഇങ്ങനെ പറയും, ലോകത്തെ കാണാൻ നിന്റെ കണ്ണടഞ്ഞാൽ ദൈവത്തെ കാണാൻ നിന്റെ കണ്ണു തുറക്കും. ലോകത്തോട് സംസാരിക്കാൻ നിന്റെ നാവടഞ്ഞാൽ ദൈവത്തോട് സംസാരിക്കാൻ നിന്റെ അധരം തുറക്കും. ലോകത്തിന്റെ ശബ്ദം കേൾക്കാൻ നിന്റെ ചെവി അടഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നിന്റെ ചെവി തുറക്കപ്പെടും. കൂടണ്ടോ? ഇന്ദ്രിയങ്ങളുടെ വാതിലുകളെ ലോകത്തിന്റെ മുൻപിൽ അടച്ചിട്ട് ആമേൻ ദൈവസന്നിധിയിൽ തുറന്നു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മുറി. അങ്ങനാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം ജോമൻ പാസ്റ്ററെ, ദൈവത്തിൻ്റെ ശബ്ദം നമുക്കറിയാൻ പറ്റും. ദൈവം ഇറങ്ങി വന്ന് നിന്റെ റൂമിൽ നടക്കുന്ന കാലൊച്ച നിനക്ക് കേൾക്കാൻ പറ്റും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ എവിടെയോ പ്രാർത്ഥനാ മുറിയുടെ ചുവരുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ, എവിടെയോ മാളിക മുറിയുടെ ചുവരുകൾ ഇടിഞ്ഞു കിടക്കുമ്പോൾ, ഇന്ന് പകലിൽ അതിനെ പണിതെടുക്കുന്ന ചുവരുള്ള ഒരു മാളിക മുറിയുടെ അനുഭവം
ഈ പകലിൽ വാൾഡ് അപ്പർ ചേംബർ നമുക്കുണ്ടാകണം. മോനെ, ഇടിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനാ മുറിയല്ല നമുക്ക് വേണ്ടുന്ന, മതിലുള്ള ചുവരുള്ള പ്രാർത്ഥനാ മുറി. അവിടെയാ യേശു കർത്താവ് പറഞ്ഞേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്ക്. രഹസ്യത്തിൽ നിങ്ങൾക്ക് പിതാവിനെ കാണാൻ പറ്റും. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്രതിഫലം തരും. അങ്ങനൊരു പിതാവിനെ കാണണോ? വിസിലിൻ്റെ ശബ്ദം കേൾക്കാനുള്ള ചെവി എന്ത് ചെയ്യണം? അടയണം. കൂടട്ടോ നിങ്ങൾ? ഞാനൊരു കാര്യം പറയാമേ, 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 1.5 മണിക്കൂർ വെറുതെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ച് ചുമ്മാ സമയം കളയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരൊറ്റ മിനിറ്റ് മതി നിന്റെ ജീവിതം മാറാൻ. കൂടട്ടോ നിങ്ങൾ? ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന, അവൻ്റെ സ്പർശനം അനുഭവിക്കുന്ന ഒരൊറ്റ മിനിറ്റത്തെ പ്രാർത്ഥന മതി നിന്റെ ജീവിതം തിരിയാൻ. ഇവള് പറയുക ബ്രദറെ, ഒരു ചുവരുള്ളൊരു പ്രാർത്ഥനാ മുറി നമുക്ക് പണിയണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി അങ്ങനെ പണിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവേ, ഒരു ചുവരുള്ള ഒരു മാളിക മുറി. ശ്രദ്ധിച്ചോണേ. എന്നിട്ട് ഇവള് പറയുക, അതിനകത്തൊരു കട്ടില് പണിയണം. ഒരു കട്ടില്. എന്തിനാ ഈ കട്ടില് പണിയുന്നത്? കട്ടിൽ എന്തിനാ കാണിക്കുന്നേ? പറഞ്ഞേക്കുന്ന മോനെ, എന്നാ കട്ടില് കാണിക്കുന്നേ? വിശ്രമം, റെസ്റ്റ്, സ്വസ്ഥത. അതിനകത്തൊരു കട്ടിലുണ്ടായിരിക്കണം. അതിൻ്റെ അർത്ഥം സ്വസ്ഥതയുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ. ചുമ്മാ കലവിലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീട്ടിനകത്തല്ല ദൈവസാന്നിധ്യം വസിക്കുന്നത്, സ്വസ്ഥതയുള്ള വീട്ടിനകത്താണ്. അച്ഛനെന്ന് പറയുമ്പോൾ അമ്മമ്മ 2 പറയും. അമ്മമ്മ 2 പറയുമ്പോഴത്തേക്കിന് അച്ഛൻ പിന്നെ 4 പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിലല്ല ദൈവസാന്നിധ്യം വസിക്കുന്നത്, സ്വസ്ഥതയുള്ള കട്ടിൽ. അപ്പോൾ അത് ഞാനൊന്ന് വിശദീകരിക്കുക ഇതിൻ്റെ ഇടയ്ക്ക്, നിങ്ങൾ കൂടിഞ്ഞ് വന്നാൽ മതി. എന്നിട്ട് പറയും, ഒരു മേശയും 4 കാലിയും പണിയണം. മേശയും 4 കാലിയും. എ ടേബിൾ ആൻഡ് ചെയർ. ടേബിൾ ആൻഡ് ചെയർ എന്തിനെ കാണിക്കുന്നത്? ഫെലോഷിപ്പിനെ കാണിക്കുക, കമ്മ്യൂണിയൻ, ഒരു കൂട്ടായ്മ. ഒരു മേശയും ഒരു ചെയറും ഒക്കെ ഇട്ട് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കൂട്ടായ്മയാണ്, ഒരു ഫെലോഷിപ്പ്. പ്രാർത്ഥനാ മുറിയിൽ എന്തോ ഉണ്ടായിരിക്കണം? കൂട്ടായ്മ ഉണ്ടായിരിക്കണം. മാളിക മുറിയിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ എന്തോ വേണം? വീട്ടിനകത്ത് കൂട്ടായ്മ വേണം, സഭയ്ക്കകത്ത് കൂട്ടായ്മ വേണം, ദൈവജനത്തിൻ്റെ ഇടയിൽ എന്തോ ഉണ്ടായിരിക്കണം? കൂട്ടായ്മ ഉണ്ടായിരിക്കണം. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? കൂട്ടായ്മ തകരുന്നെടുത്ത് എന്ത് ചെയ്യല്ല? ഓക്കെ, ഞാൻ ഓടി വരികയെന്നേ. എന്നിട്ട് പറയാം, അവിടെ ഒരു നിലവിളക്കൂടെ വെക്കണമെന്ന് പറഞ്ഞു. ഒരു നിലവിളക്ക്. എൻ്റെ ഈ പ്രാർത്ഥനാ മുറിക്കകത്ത് സദാസമയം പ്രകാശം ഉണ്ടായിരിക്കണം. എൻ്റെ ഈ മാളിക മുറിയെ എന്ത് ചെയ്യാൻ പാടില്ല ജയം ബ്രദറെ? ഇരുട്ട് സ്വാധീനിക്കാൻ പാടില്ലെന്ന്. എൻ്റെ പ്രാർത്ഥനാ മുറി മുഴുവൻ സമയവും പ്രകാശിച്ചിരിക്കണം. ഇതിങ്ങനെ കത്തി ജ്വലിച്ചിരിക്കണം. ഇരുള് സ്വാധീനിക്കരുത്. ഇങ്ങനെ ഒരൊറ്റ വിളക്കേ ഉള്ളൂ സിസ്റ്ററെ, ഒരൊറ്റ വിളക്കേ ഉള്ളൂ. ഏതാ ഈ വിളക്കെന്നറിയാമോ? ഈ ലോകത്തെ പ്രകാശിപ്പിച്ച സത്യ വെളിച്ചമാകുന്ന ക്രിസ്തു. ക്രിസ്തു എന്ന വിളക്ക്, കൂടവാ, ക്രിസ്തു എന്ന വിളക്ക് നിന്റെ മാളിക മുറിയിലുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറി സദാസമയം പ്രകാശിച്ച് നിൽക്കും. നിങ്ങൾ കേട്ടോണേ. ഇനിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ആഴത്തിലോട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഇവള് പറഞ്ഞു, ഇത്രയുള്ളൊരു മാളിക മുറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ ഈ സ്ത്രീ എലീശയോട് പറഞ്ഞു, നിനക്ക് പാർക്കാൻ ഞാനൊരിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നീ എന്ത് ചെയ്യണം? എൻ്റെ വീട്ടിൽ കയറി പാർക്കണം. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്ന് ഉറങ്ങി. പ്രവാചകന് വസിക്കാൻ ഒരു സ്ഥലം അവൾ എന്ത് ചെയ്തു? ഉണ്ടാക്കി. അവിടെ ഒരു മാളിക മുറി ഉണ്ടാക്കി. ആ സാന്നിധ്യത്തെ അവൾ ആ വീട്ടിനകത്ത് വസിപ്പിച്ചു. 12-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇവളെ കൊണ്ടാവുന്നതല്ല ഇവള് കർത്താവിന് വേണ്ടി ചെയ്തപ്പോൾ, ദൈവത്തിന് വേണ്ടി ചെയ്തപ്പം, ദൈവദാസന് വേണ്ടി ചെയ്തപ്പോൾ, മാളിക മുറിക്ക് വേണ്ടി ചെയ്തപ്പോൾ 12-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ ചരിത്രം മാറി തുടങ്ങുകയാണ്. ഗെഹസിയോട് ചോദിക്കുക, ശൂന്യക്കാരത്തെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ
ആമേൻ. അവളോട് ചോദിക്കുക, നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ കൂടണ്ടോ നിങ്ങൾ? നീ ഇത്ര താല്പര്യത്തോടു കൂടി ആരാധനയ്ക്ക് വന്നില്ലേ, ഇനി നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? കൂടണ്ടോ? ജയം ബ്രദറെ, ഇവൾ അങ്ങോട്ട് പറയുന്നതിന് മുൻപേ ഇവളുടെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടാൻ തുടങ്ങി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, നീ ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ, നീ ചോദിക്കുന്നതിന് മുൻപേ, നീ പറയുന്നതിന് മുൻപേ, കൂടണ്ടോ നിങ്ങൾ? ആരെങ്കിലും റെഡിയാണോ താല്പര്യത്തോടു കൂടി എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ? നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത, നീ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം ചോദിക്കും നിനക്ക് വേണ്ടി എന്നാ ചെയ്യണ്ടേന്ന്. കൂടണ്ടോ? രണ്ട് പടക് കരയ്ക്ക് നിൽക്കുന്നത് ആര് കണ്ടു? യേശു കർത്താവ് കണ്ടു. ശിമോനുള്ളതായിട്ട് ഉള്ള ഒന്നിൽ ചെന്നിട്ട് കർത്താവ് ചോദിച്ചു, ശിമോനെ, ഇച്ചിരി നേരം ആ പടക് എനിക്കൊന്ന് തരാമോ? ഇച്ചിരി നേരം ആ പടക് എനിക്കൊന്ന് തരാമോ? മണിക്കൂറുകൾ അതിനകത്തിരുന്ന് പുരുഷാരത്തെ കർത്താവ് എന്ത് ചെയ്തു? ഉപദേശിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, സംസാരിച്ച് ചീർന്നപ്പോൾ യേശു കർത്താവ് ശിമോനോട് പറഞ്ഞു, ആഴത്തിലോട്ട് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ. കേക്ക് ശ്രദ്ധിച്ചോണേ, കേൾക്കണേ. ജോമോൻ പാസ്റ്റർ, ശിമോൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. ഞങ്ങൾക്ക് മീൻ വേണോന്ന് ശിമോൻ എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. ഞങ്ങൾ ഇന്നലെ മുഴുവൻ അധ്വാനിച്ച് അത് പിന്നീടാ പറയുന്നേ. പക്ഷെ പറയുന്നതിന് മുൻപേ, ചോദിക്കുന്നതിന് മുൻപേ പടക് വിട്ടുകൊടുത്ത ശിമോന് വേണ്ടി അത്ഭുതം ചെയ്യാൻ അവൻ ഉയരത്തിലെ ദൈവത്തിന് മനസ്സായെങ്കിൽ, ഇന്ന് പകലിൽ നീ ചോദിക്കുന്നതിന് മുൻപേ, നീ ആവശ്യപ്പെടുന്നതിന് മുൻപേ, നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ താല്പര്യത്തോടു കൂടി ചെയ്ത നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതിന്റെ അർത്ഥം, മാതാവേ, പിതാവേ, നീ മാളിക മുറി പണിതത് വെറുതെ ആകത്തില്ല, നീ പ്രാർത്ഥിച്ചത് വെറുതെ ആകത്തില്ല, നിന്റെ ഉപവാസം വെറുതെ ആകത്തില്ല, നിന്റെ പ്രാർത്ഥന വെറുതെ ആകത്തില്ല, നീ ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ചത് വെറുതെ ആകത്തില്ല, നീ പടക് വിട്ടുകൊടുത്തത് വെറുതെ ആകത്തില്ല, നീ ആരാധിച്ചത് വെറുതെ ആകത്തില്ല. ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ ദൈവത്തിന്റെ കരം ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഒന്ന് കരമടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് ആരാധന കൊടുത്തു. നീ ഒരു മാളിക മുറി പണിയാൻ റെഡിയാണോ? നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടും. ആരാ പറയുന്നേ? സജൻ ബ്രദറെ, ഉള്ളത് ചെയ്താൽ മതി. ചെയ്യാൻ പറ്റുമോ? നിനക്ക് അസാധ്യമായതിനകത്ത് എന്റെ ദൈവം ഇടപെടാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ നിനക്ക് സാധ്യമായത് നീ ചെയ്ത, നിനക്ക് അസാധ്യമായത് ദൈവം ചെയ്യും. 10 രൂപ ഉള്ളോ? ഇട്. കൂടണ്ടോ? കൂടണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. മുഷിഞ്ഞതേ ഉള്ളോ? കുഴപ്പമില്ല, കൊടുക്ക. നിനക്കാകുന്നത് നീ ദൈവത്തിന് വേണ്ടി ചെയ്താൽ നിനക്കാകാത്ത വിഷയത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. കാര്യം എന്നറിയാമോ? ഇവിടെ ഭർത്താവ് വൃദ്ധനായി. ഈ സ്ത്രീയുടെ ഭർത്താവ് വൃദ്ധനാ. കാലങ്ങൾ കുറെ കഴിഞ്ഞു. ഇതുവരെയായിട്ടും അവക്ക് എന്നാ ഇല്ല? ഒരു കുഞ്ഞ് ഇല്ല. ഒരു കുഞ്ഞ് അവക്ക് ഇല്ല. പക്ഷേ ഒരു മാളിക മുറി പണിയാൻ തുടങ്ങിയപ്പം, ഒരു പ്രാർത്ഥനാ മുറി പണിയാൻ തുടങ്ങിയപ്പം, ഇവൾ സാധ്യമായത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ തുടങ്ങിയപ്പം, ഇവൾക്ക് അസാധ്യമായതിനകത്ത് ദൈവം ഇടപെടാൻ തുടങ്ങി. ഇന്ന് പകലിൽ ആർക്കോ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങുകയാ. നിനക്ക് അസാധ്യമായ ചില പേപ്പർ വിഷയത്തിനകത്ത്, നിനക്ക് അസാധ്യമായ ചില വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ചലിക്കുമെന്ന് പറഞ്ഞാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എവിടെയോ ചില ദൈവ പ്രവർത്തികൾ, ചുവരുള്ള മാളിക മുറി പണിതതും, നീ കഷ്ടപ്പെട്ട് പ്രാർത്ഥനാ മുറി പണിതതും വെറുതെ ആകത്തില്ലെന്ന് പറഞ്ഞാൽ
ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൂട്ടിവെച്ച് സ്വരൂപിച്ച് നീ ആലയത്തിൽ വന്നതും ഓട്ടോ പിടിച്ച് നടന്നു ഈ ചൂടത്തുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ആലയത്തിനകത്ത് കയറി വന്നതും വെറുതെ ആകത്തില്ലെന്ന് പറഞ്ഞാൽ സിസ്റ്ററെ ചോദിക്കുക, ഏലീശ ചോദിക്കുക, നിനക്ക് വേണ്ടി എന്താ ചെയ്യണ്ടേന്ന്. ഈ ചോദ്യം കേൾക്കണോ ബ്രദറെ? യോ, ഇതിൽ പരം ഒരു ചോദ്യം ഉണ്ടോ സജൻ ബ്രദറെ? നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ? യോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എന്റെ ജോമ പാസ്റ്ററെ അങ്ങോട്ട് പോയി പറയുമല്ല, നിനക്കെന്താ ഞങ്ങൾ ചെയ്യണ്ടേ? കൂടെ ഉണ്ടോ? യോ ദൈവമേ, ഒരു പ്രാർത്ഥനാ വിഷയം എനിക്കുണ്ട്. അല്ല, നിർത്ത്. നിനക്കെന്താ ഞാൻ ചെയ്യണ്ടെന്ന് ദൈവം ചോദിക്കുക. ആ ഒരു നിലവാരത്തിലോട്ട് കയറി വരണോ? ബ്രദറെ, ഈ ഒരു ലെവലിലോട്ട് കയറി വരണോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, മാളിക മുറി പണിയണം. കൂടെ വരുന്നുണ്ടോ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥനാ മുറി പണിയണം. എവിടെയോ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ ഇന്ന് പകലിൽ പണിതുയർക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ എന്റെ ദൈവം റെഡിയാന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ ഇന്ന് പകലിലോ കർമ്മേലിൽ തീയിറക്കാൻ ദൈവം റെഡിയാ. കർമ്മേലിൽ ഇറങ്ങി വരാൻ ദൈവം റെഡിയാ. കർമ്മേലിൽ ഇറങ്ങി വരാൻ ദൈവം റെഡിയാ. പക്ഷെ ദൈവം ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി യാഗപീഠം ഉണ്ടാക്കാൻ ഒരു ഏലിയാവ് എഴുന്നേക്കാമോ? എനിക്കറിയത്തില്ല എന്തിനാ ദൂത് അങ്ങനെ കയറിയെന്ന്. കൂടണ്ടോ നിങ്ങള്? ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പണിതെടുക്കാൻ ചിതറിപ്പോയ 12 കല്ലുകളെ ചേർത്ത് പിടിച്ച് യാഗപീഠത്തെ പണിതുയർക്കാൻ എനിക്കൊരു ഏലിയാവുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തം ജയം. യേശുവിന്റെ നാമത്തിൽ എവിടെയോ അടഞ്ഞു പോയ ചിലത് ഈ പകൽ തുറക്കട്ടെ, ഈ പകൽ തുറക്കട്ടെ. തീയിറക്കാൻ ദൈവം റെഡിയാ. പക്ഷേ ഇടിഞ്ഞു കിടക്കുന്ന ആ യാഗപീഠത്തെ ഒന്ന് പണിതെടുക്കാൻ റെഡിയാണോ? റെഡിയാണോ സജൻ ബ്രദറെ? എവിടെ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയെ, എവിടെയോ ഇടിഞ്ഞു പോയ യാഗപീഠത്തെ ഒന്നുകൂടെ ഒന്ന് പണിയാൻ റെഡിയാണെങ്കിൽ തീയിറക്കാൻ ദൈവം റെഡിയാന്ന്. തീയിറക്കാൻ ദൈവം റെഡിയാന്ന്. തീയിറക്കാൻ ദൈവം റെഡിയാ. ഇറങ്ങി വരാൻ എന്റെ ദൈവം റെഡിയാ. പക്ഷെ പണിതെടുക്കാൻ നീ തയ്യാറാണോ? നീ ഇത്ര താല്പര്യത്തോടു കൂടി ഞങ്ങൾക്ക് വേണ്ടി, ഞാനൊന്ന് ആവർത്തിച്ചോട്ടെ മക്കളെ, താല്പര്യത്തോടെ ചെയ്യുന്നത് വെറുതെ ആവത്തില്ല. ജയം ബ്രദറെ, താല്പര്യത്തോടെ ചെയ്യാവോ? ഉഴപ്പിയല്ല. അയ്യോ കേട്ടില്ല, എലീശ പറഞ്ഞു തന്നെ, നീ ഇത്ര പറഞ്ഞേ താല്പര്യത്തോടെ എന്തായാലും ചെയ്യുവാണ്, താല്പര്യത്തോടെ ചെയ്യണം. പാസ്റ്റർ 1 വിളിച്ചു, 2 വിളിച്ചു, 3 വിളിച്ചു, 4 വിളിച്ചു, അല്ല. ഉണ്ടോ? റെഡിയാണോ? എങ്ങനെ മോനെ റെഡിയാണോ മക്കളെ? താല്പര്യത്തോടെ ചെയ്യാൻ. താല്പര്യത്തോടെ ചെയ്തവനോട് ദൈവം ഇങ്ങോട്ട് ചോദിക്കും, നിനക്ക് ഞാൻ എന്നാ? കൂടെ ഉണ്ടോ നിങ്ങള്? നീ ഇനി ദൂത് കേൾക്കാൻ ഒരു പ്രവാചകനെ വിളിക്കണ്ട. കൂടെ ഉണ്ടോ? നീ ഇനി ദൂതറിയാൻ ഒരു പ്രവാചകനെ വരുത്തിയേ. എല്ലാ പ്രവചനവും ഇതിനകത്തുണ്ട്. ഇനി ഒരു എക്സ്ട്രാ ഒന്നിന്റെ ആവശ്യം
ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നന്നായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുകളിൽ ദൈവം ആക്കി വെച്ചേക്കുന്ന ലീഡർഷിപ്പ് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ ചോദിക്കുക, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ? അങ്ങനെ ഒരു ചോദ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് കൈയൊക്കെ ഇല്ലയോ? ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തിരിക്കുന്നതൊക്കെ കൈ എടുത്തിട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് പറ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാളിക മുറി പണിയാൻ പറ. മുഖത്ത് നോക്കി പറ, ഒരു പ്രാർത്ഥനാ മുറി. എവിടെ ഇടിഞ്ഞു കിടക്കുമല്ലേ സാജൻ ബ്രദറെ? ആണോ? പണിയണം. പണിത മോളി എന്നൊരു ചോദ്യം കേൾക്കാം. എന്നാ പണിത ഒരു ചോദ്യം കേൾക്കാം, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ? ഇവളുടെ മറുപടി കേട്ടോണേ. ചോദ്യം കേട്ടോണേ. ആ 13-ാമത്തെ വാക്യം, നീ ഇത്ര താല്പര്യത്തോടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത്? വായിച്ച സിസ്റ്ററെ 13-ാമത്തെ വാക്യം ഒന്ന്. നോക്കണേ, രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും? അയ്യോ, എന്നെ ചോദ്യ സജൻ ബ്രദർ ഈ കേൾക്കണേ. രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും? ആരാ ഈ ചോദ്യം ചോദിക്കുന്നേ? ആ രാജ്യത്തിലെ പരമോന്നത പ്രവാചക പദവിയിൽ നിൽക്കുന്ന, ഏലിയാവിങ്കിൽ നിന്ന് ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിച്ച രാജ്യത്തിലെ ശക്തനായ പ്രവാചകൻ ചോദിക്കുക, നിനക്ക് വേണ്ടി രാജാവിനോടോ സേനാധിപതിയോടോ ഞങ്ങൾ വല്ലതും? നമ്മളെങ്ങാണോ ആയിരുന്നെങ്കിൽ എൻ്റെ മേഴ്സിയെ മക്കളെ നെല്ലിക്കാച്ച കഴിച്ചിട്ട മാതിരി നമ്മുടെ പാരാദുരിതം മുഴുവൻ പറഞ്ഞേനെ. എൻ്റെ പൊന്നു മാസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിൽ അപ്പടി പ്രശ്നങ്ങളാണ്, ദുരിതമാണ്, പ്രതിസന്ധിയാണ്, ഇല്ലേ? ആണോ? നിങ്ങളാരും പറയത്തില്ലേ? പക്ഷെ ഈ സ്ത്രീ പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ? ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നെന്ന്. അതിൻ്റെ മൂലഭാഷകൾ ഭയങ്കര രസമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്ന, അതിനവൾ ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ. അതിൻ്റെ മൂലപദങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്നു, എനിക്കൊന്നിനും ഒരു കുറവും. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിന് ഇങ്ങനെ ഇവളൊരു പദം പറഞ്ഞു? എനിക്കൊന്നിനും ഒരു കുറവില്ല. അപ്പം തമ്പുരാൻ എന്നോട് പറഞ്ഞു, മോനെ, സ്വന്തമായിട്ടൊരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ ഉള്ളത് തൃപ്തിയോടൊക്കെ ജീവിക്കുമെന്ന്. പിടിയിട്ടില്ല എൻ്റെ ബ്രദറെ. അപ്പോഴും ഇവളുടെ വീട്ടിൽ എന്നാ ഉണ്ടെന്നറിയാവോ? ഏറ്റവും വലിയൊരു കുറവുണ്ട്. എന്നതാ? ഒരു കുഞ്ഞവക്കില്ല. ഒരു കുഞ്ഞവക്ക് ഇല്ല. പക്ഷെ ആ ദുഃഖം പോലും അവൾ എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. നമ്മളായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം, പാസ്റ്ററെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഇല്ല. പക്ഷെ അതും അവള് കർത്താവിനോട് പറഞ്ഞു, മോനെ, ഒരു മാളിക മുറി നിനക്കുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ഒരു പ്രാർത്ഥനാ മുറി നിന്റെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിനക്കുള്ളതിനകത്ത് തൃപ്തിയോടെ ജീവിക്കും. ഈ സത്യം പറഞ്ഞ സജൻ ബ്രദർ, ഈ ഒത്തിരി പിറുപിറുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സ്വന്തമായിട്ടൊരു പ്രാർത്ഥനാ മുറിയില്ലെന്ന. ഞാൻ ഈ അറിയാവുന്ന പേരെയൊക്കെ അങ്ങ് വിളിക്കുന്ന കേട്ടോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, ജഗനും സജൻ ബ്രദറും ജയൻ ബ്രദറും കേട്ടോ. ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞു തന്നാൽ അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. സ്വന്തമായിട്ടൊരു മാളിക മുറി ഉണ്ടെങ്കിൽ ഉള്ളത് തൃപ്തിയോടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യല്ലേ? പിറുപിറുക്കാൻ നിൽക്കത്തില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞ്. അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞ് മാളിക മുറി ഉണ്ടെങ്കിൽ പിറുപിറുക്കത്തില്ലെന്ന് പറ. ഓക്കെ, പിടികിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ തിമത്തിയോസിനോട് പൗലോസ് പറഞ്ഞൊരു വേർഡുണ്ട്. എന്നതാ? ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കാൻ. വായിച്ചിട്ടില്ലേ നിങ്ങൾ? തിമത്തിയോസിൻ്റെ ലേഖനത്തിൻ്റെ ഒരു വാക്കുണ്ട്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റുമോ? അങ്ങനെ എവിടാ? ഇവള് പറഞ്ഞു, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ. പക്ഷെ എലീശ വിട്ടില്ല കേട്ടോ. കാര്യം താല്പര്യത്തോടെ ചെയ്തവളെ എങ്ങനെ വിടാനാ? എലീശ പറഞ്ഞു, അവൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നേ? കേട്ടോടെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൾക്ക് മകനില്ലല്ലോ. അവളുടെ ഭർത്താവ്, അവൾക്ക് മകനില്ല, അവളുടെ ഭർത്താവ്
വൃദ്ധനാണെന്ന്. ഒരസാധ്യതയുടെ വേർഡ് കയറി സിസ്റ്ററെ. എന്നതാണെന്നറിയാമോ? അവളുടെ ഭർത്താവ്. ഇനി ഒരു ദൂതിന് സാധ്യതയുണ്ടോ ജോമൻ പാസ്റ്ററെ? ഇനി ഒരു ദൂതിന് സാധ്യതയുണ്ടോ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, യൗവനക്കാരിയായ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം മേഴ്സിയോ അല്ലെങ്കിൽ സ്റ്റെഫിയോ, എൻ്റെ വൈഫാ പുറകെ ഇരിക്കുന്ന സ്റ്റെഫിയോ, അല്ല നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും വന്നിട്ട് ഓടി വന്നിട്ട് കാതെ വന്നിട്ട് പറയുക, അച്ചാച്ച അബദ്ധമൊന്നും പറയരുത്, ഭർത്താവിന് 99 വയസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ദൂത് വരുമോ? നിങ്ങളെന്നെ ഇങ്ങനെ ഇരിക്കുന്നേ? വരുമോ ജോമൻ പാസ്റ്റർ ഇനി ഒരു ദൂത്? വന്നാലും നമ്മൾ എന്ത് ചെയ്യും? വിഴുങ്ങും അല്ലേ? വന്നാലും നമ്മൾ എന്ത് ചെയ്യും? കാര്യം കേട്ടതൊരു അസാധ്യതയുടെ ഭർത്താവ് വൃദ്ധനാന്ന്. പക്ഷെ എലീശ പറഞ്ഞു കാണുവേ, അസാധ്യതയുടെ വാക്ക് കേട്ടാലും വൃദ്ധനാണേലും എനിക്ക് പറയാനൊരു ദൂതുണ്ടെന്ന്. എനിക്കിപ്പോഴും പറയാനൊരു മർത്തേ മറിയം പറയാ, 4 നാളായി നാറ്റം വമിച്ച് എന്റെ പൊന്നു കർത്താവ് ഇനി ആ കല്ലറ തുറക്കരുത് കേട്ടോ. ഇനിയൊരു സാധ്യത ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ കർത്താവിന് പറയാനൊരു വാക്കുണ്ട്, എനിക്കിനി ഒരു ദൂതുണ്ട്. അളിഞ്ഞു തുടങ്ങിയ ലാസറിനോട്, നാറ്റം വമിച്ചു തുടങ്ങിയ ലാസറിനോട്, ഇനിയൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞ ലാസറിനോട് ദൈവത്തിന് പറയാൻ ഒരു ദൂത് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകലിൽ ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ദൂത് കൈമാറുകയാ. സ്റ്റിൽ ഹി ഹാസ് എ വേർഡ് ഫോർ യു. ഇനിയും നിന്നോട് പറയാൻ അവനൊരു ദൂതുണ്ടെന്ന്. സിസ്റ്റർ, ആരാ പറഞ്ഞ തീർന്നെന്ന്? ആരാ പറഞ്ഞ അവസാനിച്ചെന്ന്? ഇനിയും നിന്നോട് പറയാൻ ഒരു ദൂത് എനിക്കുണ്ട്. കൂടുണ്ട്. നിന്റെ തലമുറയോട് പറയാൻ ഇനിയും എനിക്കൊരു ദൂതുണ്ട്. വിശ്വസിക്കാവോ? അസ്ഥി താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് യഹസ്കേലിനോട് പറഞ്ഞു ചുറ്റി ചുറ്റി നോക്കാൻ പറഞ്ഞു. പുള്ളി ചുറ്റി ചുറ്റി നോക്കിയിട്ട്, ചുറ്റി ചുറ്റി കറങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഏറ്റവും ഉണങ്ങി. ഇനി ഒരു സാധ്യത. ചോദ്യം, മനുഷ്യപുത്ര ഈ അസ്ഥി ജീവിക്കുക? കർത്താവ് നീ അറിയുന്നു. കർത്താവിൻ്റെ മറുപടി, നീ പ്രവചിക്കുക. മാസ്റ്ററെ, ഉണങ്ങിപ്പോയ, ചെതറിപ്പോയ, ഏറ്റവും ഉണങ്ങിപ്പോയ, സാധ്യതയില്ലെന്ന് പറഞ്ഞ് പൂഴിയോട് പറ്റിക്കിടക്കുന്ന അസ്ഥിയോടെ വരെ പറയാൻ ദൈവത്തിനൊരു ദൂതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകലിൽ ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന, നിന്റെ സാധ്യതകൾ കഴിഞ്ഞിട്ടില്ല, നിന്റെ സീസൺ കഴിഞ്ഞിട്ടില്ല, നിന്റെ സമയം അവസാനിച്ചിട്ടില്ല, ഇനിയും നിന്നോട് പറയാൻ ഒരു ദൂതന്റെ ദൈവത്തിന് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഇനി ഒരു ദൂത് നമ്മളോട് ദൈവത്തിനുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുൻപിൽ കേട്ട അസാധ്യതയെ നീ കാര്യമാക്കരുത്. കൂടുണ്ടോ? കേട്ടത് വൃദ്ധൻ എന്ന ഭർത്താവിനെയാണ്, പക്ഷെ നീ അതിനെ കാര്യമാക്കരുത്. ഈ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നറിയോ? അസാധ്യതയുടെ വാക്കുകൾ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് യായിറോസിന്റെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കിന് അവിടുന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് എന്നതാ പറഞ്ഞേ? ബാല മരിച്ചുപോയി. ഇനി ഗുരുവിനെ എന്ത് ചെയ്യണ്ട? അസഹ്യപ്പെടുത്തണ്ട. ഇനി ഗുരുവിനെ സാധ്യത തീർന്നു. പാസ്റ്ററെ, കേട്ടതൊരു യാഥാർത്ഥ്യമാണ്. കുഞ്ഞെന്ത് ചെയ്തു? അവിടെ പോയി പൾസ് പിടിച്ച് ചെക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരുത്തം വന്നിട്ട് പറയുക, ബാല എന്ത് ചെയ്തു? മരിച്ചു. പക്ഷെ യേശു യായിറോസിനോട് പറഞ്ഞ വാക്ക് എന്നാന്നറിയാവോ? ആ വാക്ക് നീ കാര്യമാക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞു ആ വാക്ക് നീ, അതിന്റെ അർത്ഥം ജഗൻ ബ്രദറെ, നീ കേട്ടതാ സത്യം, നീ കേട്ടതാ യാഥാർത്ഥ്യം, നീ കണ്ടതാ സത്യം, നീ അറിഞ്ഞതാ സത്യം, പക്ഷെ നീ അത് കാര്യമാക്കണ്ടെന്ന്. കൂടെ ഉണ്ടോ നിങ്ങള്?
ഡോക്ടർ നിന്നോട് പറഞ്ഞത് സത്യമാണ്. നീ കണ്ട MRI റിപ്പോർട്ട് സത്യമാണ്. നീ കണ്ട CT സ്കാനും സത്യമാണ്. നിനക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതും സത്യമാണ്. പക്ഷെ നീ കണ്ട യാഥാർത്ഥ്യത്തെ നീ വിശ്വസിക്കണ്ടെന്ന്, നീ കേട്ട യാഥാർത്ഥ്യത്തെ നീ വിശ്വസിക്കണ്ട. കാര്യം എന്നറിയാമോ? പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അസാധ്യതയുടെ മീതെ പ്രവർത്തിക്കും. കേട്ടോണേ, ശ്രദ്ധിച്ചോണേ. സാറ് പറയും ഇതെങ്ങനെ നടക്കുന്നേ, എങ്ങനെ നടക്കുന്നേ? പതിവ് നിന്നുപോയി. അബ്രഹാം പറയുന്നു എൻ്റെ ശരീരം നിർജീവത്വമായി. പക്ഷെ ദൈവം പറയും എനിക്കൊരു ദൂതുണ്ട്, നിനക്കൊരു സന്തതി ഉണ്ടാക്കും. കൂടട്ടോ നിങ്ങൾ? എനിക്കൊരു ദൂതുണ്ട്. ഇസ്മയേലല്ല, എലയാസറല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് അസാധ്യതയുടെ നടുവിൽ എനിക്കൊരു സന്തതിയെ തരാൻ കഴിയും. വിശ്വസിക്കാവോ? മറിയ പറയേ ഇതെങ്ങനെ നടക്കുന്നേ? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം പറയേ എനിക്കൊരു ദൂതുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആമേൻ പറയാമോ? എലീശ പറയാന്നേ, ഗഹസിയെ നീ കാണുന്നത് വൃദ്ധനായ ഭർത്താവിനെ ആയിരിക്കും, പക്ഷെ ഞാൻ കാണുന്നത് 100-ാമത്തെ വയസ്സിൽ കൊച്ചിനെ കൊടുക്കാൻ കഴിവുള്ള അബ്രഹാമിൻ്റെ ദൈവത്തെയാ. ഇന്ന് പകലിൽ അസാധ്യതയല്ല നീ കാണണ്ടേ, ഇന്ന് പകലിൽ അതിനപ്പുറം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെ കാണുന്നവർ ഇതിനകത്തുണ്ടോ? നിന്റെ അസാധ്യതകളുടെ മീതെ പ്രവർത്തിക്കാൻ കഴിവുള്ള, നിന്റെ സാധ്യതകളുടെ അസാധ്യതകളുടെ മീതെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ കാണാൻ കൂടെ വരണേ, നിങ്ങൾ കൂടെ വരണേ. സിസ്റ്ററെ, കണ്ടതും കേട്ടതും അറിഞ്ഞതും എല്ലാം അസാധ്യതയാണേലും സാധ്യമാക്കാൻ കഴിവുള്ള ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കുക. വിശ്വസിക്കാവോ? ഗേഹസി കണ്ടത് വൃദ്ധനായ ഭർത്താവിനെ, പക്ഷെ ഏലീശ കണ്ടത് 100-ാമത്തെ വയസ്സിൽ കൊച്ചിനെ കൊടുക്കുന്ന അബ്രഹാമിൻ്റെ ദൈവത്തെ. കേട്ടോണേ, 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 ശ്രദ്ധിച്ചോണേ. ഓടി ഓടി നമുക്ക് പോകണം. അവളോട് പറയാ, അവളെ വിളിക്കാൻ പറഞ്ഞു. അവൾ മാളിക മുറി ഇവിടെ വാതിക്ക് വന്ന് നിന്നു. ഒത്തിരി ദൂത അതൊക്കെ നേരില്ല. ഓടി ഓടിപ്പോ മാളിക മുറിയുടെ വാതിലിൽ, പ്രാർത്ഥനാമുറിയുടെ വാതിലുണ്ട്. ഇനി ദൂതാ കേൾക്കാൻ പോകുന്നത്. അത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. വാതിക്ക് വന്ന് നിന്നു. അവളോട് പറയണേ, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണിച്ചോളൂ. യോ, ഇവിടെ പറയാ, ദൈവപുരുഷനായ എൻ്റെ ജവാനെ അടിയനോട് ഭോഷ്ക്ക് കരിവളുടെ സ്ഥിതി എന്തെന്ന് ഇവക്ക് അറിയാം. ഇവളുടെ ഭർത്താവ് വൃദ്ധനായി പോയെന്നുള്ള കാര്യം ഇവക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ 17-ാമത്തെ വാക്യം കേട്ടോണേ, ആ സ്ത്രീ ഗർഭം ധരിച്ചു. അതിൻ്റെ അർത്ഥമേ ബ്രദറെ, ദൂത് കേൾക്കാനുള്ളതല്ല, ദൂത് ധരിക്കാനുള്ളതാ. ആരാമൻ പറയുന്നേ, ഈ ദൂത് കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഇത് പ്രാപിക്കാനുള്ളതാന്ന് പറഞ്ഞാൽ, ഇത് നിന്റെ ശരീരം ചുമക്കാനുള്ളതാന്ന് പറഞ്ഞാൽ, കേട്ടോ ബ്രദറെ? ദൂത് കേൾക്കാനുള്ളതല്ല, ഈ ദൂത് പ്രാപിക്കാനുള്ളത്. കേട്ടത് മതിയെന്ന്, ഇനി പ്രാപിച്ചു തുടങ്ങ. ജീസസ് നീ കേട്ടതും നീ അറിഞ്ഞതും നീ കണ്ടതും ഒക്കെ പെയ്തിറങ്ങുന്നത് നീ കാണാൻ പോവാ. എന്തോ അങ്ങനെ ഒരു ദൂത് കയറുന്നു. പെയ്തിറങ്ങുന്നത് ദേശം കാണും. യേശുവിൻ്റെ പെയ്തിറങ്ങുന്നത്, നീ കേട്ടത് പെയ്തിറങ്ങുന്നത്, നീ കേട്ടത് പെയ്തിറങ്ങുന്നത്, അത് പത്തനാപുരത്ത് പെയ്തിറങ്ങുന്നത് യേശുവിൻ്റെ നാമത്തിൽ, അത് നിന്റെ കുടുംബത്ത് പെയ്തിറങ്ങുന്നത്. നാമത്തിൽ
മോനെ, നീ മഴയുടെ മുഴക്കം കേട്ടെങ്കിൽ, നീ മേഘം പൊങ്ങുന്നത് കണ്ടെങ്കിൽ, അത് പെയ്തിറങ്ങുന്നത് കാണുന്ന ഒരു സീസൺ. ആരാധിക്കുന്നെങ്കിൽ ആരാധിച്ചോ. ഈ പകലിലെ ദൂതിന് ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞോ. നീ കേട്ട മുഴക്കം, നീ കണ്ട മേഘം നിന്റെ ദേശത്ത് പെയ്തിറങ്ങുന്നത് ജീസസ്, ജീസസ്. നീ കേട്ട മുഴക്കം പെയ്യും. നീ കേട്ട മുഴക്കം പെയ്യും. എന്റെ പൊന്നു ചുമന് ഇടിച്ചു കുത്തി പെയ്യും. ഇത് പെയ്യും. ഇത് പത്തനാപുരത്തെ നനയ്ക്കും. ഇത് നിന്റെ ദേശത്തെ നനയ്ക്കും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. ഇത് നിന്റെ കൂടാരത്തെ നനയ്ക്കും. യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചോ, ആരാധിച്ചോ. ദൈവിക വിടുതലുകൾ, ദൈവിക വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ. ഈ പകലിലൊരു ദൈവിക വിടുതലുകൾ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അല്പനിമിഷങ്ങളൊന്ന് കരമടിച്ച് മഹത്വത്തിന്റെ പ്രത്യാശയാകുന്നവൻ ആരാധന കൊടുത്തു. ഈ പകൽ ദൈവിക വിടുതലിന്റെ പകലായി. ജീസസ്, ജീസസ്, ജീസസ്. മോനെ, ഇത് കേൾക്കാനുള്ളതല്ല, ഇത് കാണാനുള്ളതല്ല, ഇത് പെയ്യും. ഇത് പെയ്യും. എന്നോട് കർത്താവ് പറയുന്നു, നമ്മുടെ ചേർച്ചിൻ്റെ ചുറ്റളവുകളിലെ പലയിടങ്ങളിൽ, ഗ്രാമങ്ങളിൽ എസ്പെഷ്യലി കൂട്ടത്തോടെ ഈ മഴ പെയ്യും. കോന്നിയിൽ ഇത് പെയ്യും. പുനലൂരിത് പെയ്യും. പുനലൂരിത് പെയ്യും. റെഡിയാണോ നിങ്ങൾ? നിങ്ങളുടെ ദേശത്ത് ഇതൊന്ന് ധരിക്കാൻ വേണ്ടി ഒരു മാളിക മുറി പണിയാൻ കൂടെ നിങ്ങൾ? ഇത് കേൾക്കാനുള്ളതല്ല, ഇത് കാണാനുള്ളതല്ല, ഇത് ചുമക്കാനുള്ളതാണ്. ഇത് ചുമക്കാനുള്ളതാണ്. വിശ്വസിക്കാമോ? പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് ഇവക്കൊരു കുഞ്ഞുണ്ടായി. നിന്റെ വാഗ്ദത്തം നീ കാണും ബ്രദറെ, കാണും. നിന്റെ വാഗ്ദത്തം നീ കാണും. നിന്റെ നന്മ നീ കാണും. വിശ്വസിക്കാമോ? ആരോടും തലേ കൈവച്ച് ദൂത് പറഞ്ഞില്ലെങ്കിൽ സ്വീകരിച്ചോണം. വചനത്തിനപ്പുറം മറ്റൊരു പ്രവചനവും ഇല്ല. സ്വീകരിച്ചോണം. നിങ്ങൾക്കുള്ളതാണെന്ന് തോന്നുവാണെങ്കിൽ സ്വീകരിച്ചോണം. പിടിയിരുന്നുണ്ടോ എൻ്റെ? ഇത് കേൾക്കാനുള്ളതല്ല, ഇത് കാണാനുള്ളതല്ല. ഇവള് പറയുക, ഞാൻ ഇതിനെ കൺസീവ്ഡ് ഇറ്റ്, ധരിച്ചു. അങ്ങനെ കേട്ടോണേ, ആ സ്ത്രീ ഗർഭം ധരിച്ചു. പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് ഒരു കുഞ്ഞവക്ക് ഉണ്ടായി. 18ാമത്തെ വാക്യം ഒന്ന് വായിച്ച സിസ്റ്ററെ. എൻ്റെ തല എന്ന് പറഞ്ഞ് ബാല്യക്കാരനോട് അമ്മയുടെ അടുക്ക കൊണ്ടുപോകാൻ പറഞ്ഞു. കേട്ടോ, ഇനിയുള്ളത് നമ്മുടെ ദൂതിൻ്റെ ഒരു 3rd പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിനകത്ത് ഇവളൊരു മാളിക മുറി ഉണ്ടാക്കി. 2nd പാർട്ടിനകത്ത് മാളിക മുറി ഉണ്ടാക്കിയവളുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞ് ജനിച്ചു. ഇനി 3ാമത്തെ പാർട്ടാണ്. കേട്ടോണേ, ഇവൻ ഇങ്ങനെ വയലിലിരിക്കുമ്പോഴേ ഈ കൊച്ചു വളർന്നു. വാഗ്ദത്തം കിട്ടിയ കുഞ്ഞ് വളർന്നു. ഇവൻ ഈ കൊച്ചിങ്ങനെ വയലിലിരിക്കുമ്പം പെട്ടെന്ന് അപ്പായോട് പറഞ്ഞു, അപ്പാ എൻ്റെ തല എന്ന് പറഞ്ഞ്
നിലവിളിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, നിങ്ങൾ എൻ്റെ കൂടെ വരണേ. എൻ്റെ തല എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ആ 18-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന് തൻ്റെ അപ്പൻ്റെ അടുക്ക ചെന്നു. പെട്ടെന്നൊരു പ്രതിസന്ധി വീട്ടിനകത്തോട്ട് വന്നു, അല്ലേ? അൺഎക്സ്പെക്റ്റഡ് ഒരു സ്ട്രഗിൾ വീട്ടിനകത്തുണ്ടായി. അപ്രതീക്ഷിതമാകുന്നൊരു പ്രശ്നം. അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടോ ജഗനെ മോനെ? ഉണ്ട്. പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടോ വെച്ചാൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിത. ഇത് പൈശാചികമാട്ടോ. ഇത് ഞാനത് തെളിയിക്കാമേ, ഞാനത് പറയാം, നിങ്ങളോട് പറഞ്ഞു തരാം. എല്ലാം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, പക്ഷെ പെട്ടെന്നൊരു പ്രതിസന്ധി. ഇതെപ്പോഴാണ് വന്നതെന്നറിയാം? എപ്പോഴാണ് വന്നേ? 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, അവൻ എവിടെ ഇരിക്കുമ്പോഴാണ്? എന്നതാ? വയലിരിക്കുമ്പം കൊയ്ത്തുകാരോടുകൂടെ. അതിൻ്റെ അർത്ഥം എന്നാ സിസ്റ്ററെ? എന്നതാ? വയലിരിക്കുമ്പം അതിന് വേറൊരർത്ഥമുണ്ട്, പറയട്ടെ. കൊയ്ത്തിൻ്റെ സമയത്ത്. പിടിയിട്ടിയ അൺഎക്സ്പെക്റ്റഡ് പ്രതിസന്ധി വന്ന എപ്പോഴാണെന്നറിയാവോ? കളപ്പുര നിറയേണ്ട സമയത്ത്. കേട്ടില്ല? ധാന്യമണി നിന്റെ വീട്ടിൽ വരേണ്ട സമയത്ത്. ഈ ദൂതനാരാമൻ പറയണ്ടേ? പിടിയിട്ടിയ ബ്രദറെ? ഓ ജീസസ്. എപ്പോഴാ ബ്രദറെ ഒരു പ്രതിസന്ധി വീട്ടിൽ കയറിയെന്നറിയാവോ? ഏറ്റവും നല്ല കൊയ്ത്തിൻ്റെ സമയത്താണ്. പിടിയിട്ടിയ മനോജകനെ? പ്രതിസന്ധി കയറിയത് എപ്പോഴാണെന്നറിയാമോ? കൊയ്ത്തിൻ്റെ സമയത്താണ്. കൊയ്ത്തിൻ്റെ സമയത്ത്, ഹാർവസ്റ്റ് ടൈം. കയറി വന്ന പൈശാചിക പദ്ധതിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇനി കൊയ്ത്ത് നടക്കരുത്. കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ഇനി എന്ത് നടക്കരുത്? കൊയ്ത്ത് നടക്കരുത്. ഞാനൊരു കാര്യം പറയാം. കൊയ്ത്തിൻ്റെ സീസണെ പറ്റി നിങ്ങൾ പഠിച്ചാലേ, ഇന്നലകളിൽ കണ്ണുനീരോടെ വിതച്ചതിനെ ആർപ്പോടെ കൊയ്യുന്ന സമയം, കൊയ്ത്ത് സമയം. നീ ചോര നീരാക്കി വിതച്ചതിനെ ആർപ്പോടെ കൊയ്തെടുക്കുന്ന സമയം, കൊയ്ത്തിൻ്റെ സമയം. പക്ഷേ കയറി വന്ന പൈശാചിക ചിന്തകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇനി കൊയ്ത്തിൻ്റെ ആർപ്പുവിളി ഈ വീട്ടിനകത്ത് ഉയരരുത്. കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? ഇനി കൊയ്ത്തിൻ്റെ സന്തോഷം ഈ വീട്ടിനകത്ത്, കൊയ്ത്തിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ ഒരു പ്രതിസന്ധി പെട്ടെന്ന് കയറി വന്നു. പക്ഷേ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. കൊയ്ത്തിൻ്റെ സന്തോഷത്തെ കെടുത്താൻ വ്യാപരിക്കുന്ന ചിലതിനെ, കൊയ്ത്തിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ വ്യാപരിക്കുന്ന ചില ദുർഭൂത ശക്തികളെ ഇന്ന് പകലിൽ അതിൻ്റെ വേരോടെ അതിനെ വെട്ടാൻ അധികാരമുള്ളവരുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ചില കൊയ്ത്തിൻ്റെ സന്തോഷത്തെ തകർത്തു കളയാൻ നിനക്കെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പിശാചിന് മോനെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇനി കൊയ്ത്ത് നടക്കരുത്. പേരന്റെ മക്കളെ നിശാന്ത് മോനെ, ധാന്യമണി ചുമക്കേണ്ട സമയത്ത് ഇപ്പൊ തലയ്ക്ക് വേദന ഉള്ളൊരു കൊച്ചിനെ ചുമക്കും. പിടിയിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കറ്റ ചുമക്കേണ്ട സമയമായപ്പോഴേ അങ്ങനെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? കറ്റ ചുമക്കേണ്ട സീസണിനകത്ത് ബലഹീനതകളെ ചുമക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ അച്ഛ? ധാന്യം ചുമക്കേണ്ട സമയമായപ്പോ ബലഹീനത ചുമക്കുകയാണോ? ഇന്ന് പകരനെ ബ്രേക്ക് ചെയ്തോണം. പെട്ടെന്നൊരു പ്രതിസന്ധി, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം.